പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഈശോയെ നമുക്ക് ഈ നിമിഷങ്ങളിൽ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ 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 ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന ആരാധന ആരാധന. ഈശോയെ മഹത്വം, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ 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 ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. ഈശോയെ സ്തോത്രം, ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ആരാധന. ഇന്ന് നമ്മൾ ഈശോയെ രാജാതിരാജനായിട്ട് ഹൃദയത്തിൽ, ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ ഏറ്റെടുക്കുമ്പോൾ എത്ര വലിയ സ്നേഹമാണ് ഈശോ നമുക്ക് നൽകുന്നത്. ഈ ലോകാരംഭം മുതൽ ഇന്നുവരെ നമ്മോടൊത്ത് എന്നും വസിക്കുന്നവനായ ഈശോ ഈ നിമിഷങ്ങളിൽ വീണ്ടും നമ്മോടൊപ്പമായിരിക്കുകയാണ്. അത്രമാത്രമാണ് ഈശോയുടെ സ്നേഹം, അത്രമാത്രമാണ് ഈശോയുടെ കരുണ. അത്രമാത്രം ദൈവം മനുഷ്യനെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നൽകുവോളം സ്നേഹിച്ചു. തൻ്റെ ദൈവീകത ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി പാപികളായ നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാനായിട്ട് പാപികളുടെ മധ്യേ ജനിക്കുകയും പാപികളുടെ മധ്യേ ജീവിക്കുകയും പാപികൾക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത ഈശോ, ഇപ്പോഴും ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായ ഈശോ വീണ്ടും ഒരിക്കൽ കൂടി ഈ വലിയ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് വർഷിച്ചുകൊണ്ട് ഈ കരുണയുടെ മണിക്കൂറിൽ വീണ്ടും ഇതാ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വരുന്നു. ഈശോ ഈ ലോകം മുഴുവൻ്റെയും, ഈ പ്രപഞ്ചം മുഴുവൻ്റെയും, എല്ലാ സൃഷ്ടികളുടെയും, ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും വരാനിരിക്കുന്നവരുടെയും രാജാവാണ്. സർവ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവമാണ് ഈ നിമിഷങ്ങളിൽ തൻ്റെ വലിയ കരുണ നമുക്കായിട്ട് പകർന്നു തന്നുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നത്. ഈശോയെ, നിൻ്റെ ആ വലിയ സ്നേഹത്തെ പ്രതി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലരുടെയും രക്ഷകനായിട്ട് ഈശോ ഈ നിമിഷം കടന്നു വരികയാണ്. സകല പക്ഷി മൃഗാദികളുടെയും വൃക്ഷലതാദികളുടെയും രാജാവാണ്. സർവ ജീവജാലങ്ങളുടെയും കർത്താവ് ഈ നിമിഷം ഈ ദിവ്യകാരുണ്യത്തിൽ നമുക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, നമുക്ക് വേണ്ടി മാത്രം പ്രിയമുള്ളവരെ സന്നിഹിതനാവുകയാണ്. എത്ര വലിയ സ്നേഹമാണ് ഈ രാജാതിരാജൻ തൻ്റെ ദാസരോട് പ്രകടിപ്പിക്കുക. ഇന്ന് നമ്മൾ ഈശോയുടെ രാജ്യത്വത്തെപ്പറ്റി വിചിന്തനം ചെയ്യുമ്പോൾ ഈ രാജാതിരാജൻ്റെ ഏറ്റവും വലിയ അധികാരമെന്ന് പറയുന്നത് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരുടെ മേലാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മേൽ ഈശോയ്ക്ക് വലിയ അധികാരമുണ്ട്. ഈശോയുടെ അധികാര സീമയ്ക്കുള്ളിലാണ് നാം വസിക്കേണ്ടത്. ഈശോയുടെ അധികാരം
എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളുടെ മേലും അവൻ്റെ അധികാരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഒരു മുടിയിഴ പോലും കൊഴിഞ്ഞു പോകുന്നതിന് മുമ്പ് അവൻ അതിനെപ്പറ്റി അറിയുന്നവനാണ്. കർത്താവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് നാം ഓരോരുത്തരും. ഈ ലോകം മുഴുവൻ അവനറിയാതെ, അവൻ കൽപ്പിക്കാതെ ഈ ലോകത്തിലോ നമ്മുടെ ജീവിതത്തിലോ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിൻ്റെ അധികാരം, ദൈവത്തിൻ്റെ ആ വലിയ രാജ്യത്വം എന്ന് പറയുന്നത് അവൻ സൃഷ്ടിച്ച സകലതിൻ്റെ മേൽ പ്രത്യേകമായി തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നമ്മൾ ഓരോരുത്തരുടെയും മേലുള്ള ആ വലിയ ദൈവത്വത്തിൻ്റെ അധികാരമാണ്. ഇന്ന് നമ്മൾ ആ കർത്താവിൻ്റെ വലിയ രാജ്യത്വത്തിൻ്റെ കീഴിൽ, അധികാരത്തിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, നാം ഭയപ്പെടേണ്ടതില്ല. ഈ ലോകമോ ഈ ലോകത്തിൻ്റേതായ വേദനകളോ കർത്താവിൻ്റെ ആ വലിയ അധികാര സീമയ്ക്കുള്ളിൽ നിന്ന് നമ്മെ എടുത്തു മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല. കർത്താവിൻ്റെ ആ വലിയ കരുണ നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ആഴമായിട്ട് മനസ്സിലാക്കണം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ അധികാര സീമയ്ക്കുള്ളിലാണ്. ഈ ലോകമോ ഈ ലോകത്തിൻ്റേതായ മറ്റേതെങ്കിലും ശക്തിക്കോ എൻ്റെ മേൽ അധികാരമില്ല. എൻ്റെ കർത്താവിൻ്റെ അധികാര കീഴിൽ ഞാൻ നിൽക്കുമ്പോൾ അവനറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ വേദനകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈശോ ആ വേദനകൾ അറിയുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അറിയാതെ ഒരു ദുഃഖവും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. എൻ്റെ ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അത് ഏറ്റെടുക്കുന്നവനാണ്. കുരിശിൽ തൻ്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട്, തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ചിന്തിക്കൊണ്ട് കർത്താവ് ഈ വലിയ അധികാരത്തിൻ്റെ വലിയ ശക്തിയോടെ നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്. മകനെ, മകളെ, നിന്റെ വേദനകൾ എൻ്റെ കുരിശിൻ്റെ ബലിയോട് ചേർത്ത് വയ്ക്കുക. നിന്റെ വേദനകൾ, നിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ, നിന്റെ ദുഃഖങ്ങൾ, നിന്റെ വിഷമതകൾ, നിന്റെ രോഗങ്ങൾ, നിന്റെ ഒറ്റപ്പെടലുകളെല്ലാം കുരിശിൽ കിടന്ന് ഞാൻ പിടഞ്ഞപ്പോൾ എൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിച്ചതാണ്. ആ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന കരുണയിൽ നീ ആശ്രയിക്കുക എന്ന് കർത്താവ് നമ്മളോട് ഇന്ന് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് വചനത്തിലൂടെ, കുദാശകളിലൂടെ നമുക്ക് നൽകുന്ന ആ വലിയ അഭിഷേകത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. വചനത്തിലൂടെ നമ്മൾ അഭിഷേകം നേടണം. കുദാശകളിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ ആ വലിയ കരുണയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ കരുണയോട് ചേർന്ന് നിൽക്കുന്നവനേവരും ദൈവം നമ്മളോട് കൽപ്പിക്കുന്നവ പാലിക്കണം. ദൈവം എന്നെ നന്മയിലേക്ക് വഴി നടത്തുവാൻ, ദൈവം എന്നെ ഈ ലോകത്തിൽ നിന്ന് വേർതിരിക്കുവാൻ, ദൈവം എന്നെ വിശുദ്ധീകരിക്കുവാൻ, തൻ്റെ മകനും മകളുമാക്കി തീർക്കുവാനായിട്ട് നൽകിയവ കൽപ്പനകളാണ്. പ്രിയമളി, കർത്താവിൻ്റെ വലിയ അധികാര സീമയ്ക്കുള്ളിൽ, കർത്താവിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് കൽപ്പിച്ചരുളിയവ നാം പാലിക്കേണ്ട കടമയുണ്ട്. ഓരോ കൽപ്പനകളും ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയോടെ, ആഴമായ തീഷ്ണതയോടെ പാലിക്കണമെന്ന് ഈ രാജ്യത്വത്തെ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ ഈ നിമിഷം ഈശോ നമ്മളിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ മധ്യേ ആയിരിക്കുന്ന ഈശോയെ, നമ്മുടെ രാജാതിരാജനെ, വിശുദ്ധ കുർബാനയിലൂടെ നമ്മളിലേക്ക് എന്നും കടന്നു വരുന്ന എൻ്റെ പൊന്നോമന ഈശോയെ നമ്മൾ ഓരോ നിമിഷവും ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം.
അതാണ് ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ആത്മീയ ബന്ധം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ അധികാരത്തിന് കീഴിൽ നിൽക്കുമ്പോൾ, അവൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഞാൻ അവനെ ആരാധിക്കും, ഞാൻ അവനെ സ്തുതിക്കും, ഞാൻ അവനെ നന്ദി പറയും. ഇതാണ് ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള ഏറ്റവും വലിയ സ്നേഹബന്ധം. പ്രിയമുള്ളവരെ, രാജാവായ കർത്താവ്, രാജാതിരാജനായ ദൈവം ഒരു വലിയ ആത്മീയ യുദ്ധം ചെയ്യുന്നുണ്ട്. പാപത്തിനും സാത്താൻ്റെ അധികാര സീമകൾക്കുമെതിരെ കർത്താവ് എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ രാജ്യത്തിലെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന കർത്താവിൻ്റെ സൈനികരിൽ ഒരുവനെന്നതുപോലെ നമ്മളും ഈ കർത്താവിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് അന്ധകാര ശക്തികൾക്കെതിരെ ആത്മീയ യുദ്ധം ചെയ്യണം. കർത്താവ് മുന്നിൽ നിന്ന് ഈ ആത്മീയ യുദ്ധം നയിക്കുമ്പോൾ ഞാൻ എൻ്റെ സർവശക്തിയോടും കൂടി, എൻ്റെ പൂർണ്ണമായ അറിവോടെ, പൂർണ്ണമായ ശക്തിയോടെ സാത്താനെയും സാത്താൻ്റെ സകല അധികാര സീമകളെയും ഉപേക്ഷിച്ചുകൊണ്ട് എന്നെ വിശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് നടത്തുന്ന ഈ വലിയ ആത്മീയ യുദ്ധത്തിൻ്റെ ഭാഗമാകുക എന്ന് വെച്ചാൽ ഞാൻ എന്നെ വിശുദ്ധീകരിക്കുക, പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഓടിയകലുക, മറ്റുള്ളവരെ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധീകരിക്കുക. ഇതാണ് ഞാൻ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന ആത്മീയ യുദ്ധം. നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തെ മെമ്പേഴ്സാകുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ രാജ്യത്തെ വിസ്തൃതമാക്കുന്നതിന് വേണ്ടി ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. എൻ്റെ രാജാവ്, എൻ്റെ രാജാതിരാജൻ എല്ലാവരാലും സ്നേഹിക്കപ്പെടണം. എൻ്റെ കർത്താവിനെ എല്ലാവരും അറിയണം. അതിനാൽ ഞാൻ കർത്താവിന് വേണ്ടി വലിയ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസ പ്രഘോഷണങ്ങൾ നടത്തി മറ്റുള്ളവരെ വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവിലേക്ക് അവരെ കൈപിടിച്ച് നടത്തണമെന്ന വലിയൊരു ആത്മീയ ദൗത്യവും ഈ തിരുനാൾ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ നിമിഷങ്ങളിലെ ഈ കരുണയുടെ വലിയ മണിക്കൂറിൽ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, കർത്താവ് നൽകുന്ന ഈ ആത്മീയ യുദ്ധത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, സ്വയം വിശുദ്ധീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ കർത്താവിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ട്, കർത്താവിൻ്റെ ഈ അധികാര സീമയ്ക്കുള്ളിലായിരുന്നു കൊണ്ട് എൻ്റെ ജീവിതവും എൻ്റെ ജീവിതാവസ്ഥകളും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നുവെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിലേക്ക് നമുക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, കർത്താവെ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. പാപിയും ബലഹീനനും കുറവുകളുമുള്ള ഞാൻ നിന്റെ സർവശക്തിയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് അപേക്ഷിക്കുന്നു. ഈ നിമിഷം നമുക്ക് നമ്മുടെ നിയോഗങ്ങളെല്ലാം കർത്താവിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് കർത്താവിൻ്റെ കരുണ ആവശ്യമുണ്ട്. കർത്താവെ കരുണയോടെ എന്നെ വീക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ ബലഹീനതകളും കുറവുകളുമുള്ളവനാണ്. നിൻ്റെ കരുണയോട് ചേർത്ത് വെച്ച് നിൻ്റെ മാപ്പിനായിട്ട് ഞാൻ ഇരക്കുമ്പോൾ വലിയ കരുണയുടെ കവാടങ്ങൾ എൻ്റെ ജീവിതത്തിന് തുറന്നു തരണമേ. കർത്താവെ എൻ്റെ കുടുംബത്തിൻ്റെ മേലെ നിൻ്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ രാജാതിരാജനായ ദൈവമേ, ഈ നിമിഷങ്ങളിൽ നിൻ്റെ കരുണയെപ്പറ്റി ധ്യാനിച്ച് നിന്നെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നിൻ്റെ മക്കളിലേക്ക് കരുണ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിലായിരുന്നു കൊണ്ട് കർത്താവെ നിൻ്റെ കരുണയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളിലേക്ക് നിൻ്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരുടെ നിയോഗങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. കർത്താവെ അവർ ചിലരൊക്കെ രോഗികളാണ്. നിൻ്റെ കരുണയുടെ അഭിഷേകത്താൽ അവരുടെ രോഗങ്ങൾ നീ ഏറ്റെടുത്ത് അവർക്ക് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ചിലർ കടബാധ്യതകളുണ്ട്, ചില ജീവിത പ്രശ്നങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങളിലുള്ള അകൽച്ചകളുണ്ടായിരിക്കും. കർത്താവ് എന്തു തന്നെയായാലും ഖനായിലെ കല്യാണ വിരുന്നിൽ സകല കുറവുകളും നികത്തിയവനായ ദൈവമേ, ഓൺലൈനിലും മറ്റുമായിരുന്നു കൊണ്ടിപ്പോൾ
തങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിന്നിലേക്ക് ഉയർത്തുന്ന സർവരെയും നിന്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചവരെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. കുറവുകൾ നികത്തണമേ, രോഗസൗഖ്യം നൽകണമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവിലേക്ക് ഉയർത്തിക്കൊണ്ട് സമാപന ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.